എനിക്ക് ബീഫിന്റെ കരളൊലത്തിയത് ഭയങ്കര ഇഷ്ടാട്ടാ. അപ്പൊ കൊറേ ദിവസമായി കരളൊലത്തി തിന്നാൻ ഭയങ്കര കൊതി. ഇക്കാടുത്ത് പറഞ്ഞപ്പോ ഞായറാഴ്ച ബീഫ് മേടിക്കാൻ പോയപ്പോ അതിന്റെ ഒപ്പം കരളും മേടിച്ചോണ്ട് വന്നുട്ടാ. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് എങ്ങനെ കരളൊലത്തണേ നോക്കിയാലോ. ഇത് ഉണ്ടാക്കുന്ന ആള് ഞാനല്ല, ഉമ്മയാ. ആദ്യം തന്നെ കരളിലേക്ക് മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിക്കാൻ വെക്കാം. എന്നിട്ട് അത് 4-5 വിസിലടിക്കുമ്പോ ഓഫ് ചെയ്യാട്ടാ. അപ്പോഴേക്കും കരള് നന്നായി വന്നിട്ടുണ്ടാവട്ടാ. എന്നിട്ട് വേറൊരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചതച്ച് വെച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായി മുരിയണ ഒരു ഇളക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ കരള് വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇപ്പൊ ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് മാത്രല്ല, നമ്മൾ ഈ ഉള്ളിയൊക്കെ വാട്ടുന്ന സമയത്താണ് ഉപ്പിട്ട് കൊടുക്കണേ, പെട്ടെന്ന് വാടി കിട്ടൂട്ടാ. ഉള്ളിയൊക്കെ നന്നായി വാടി ഇങ്ങനെ ചെറുതായിട്ട് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടിയായിട്ട് ഇടുന്നത്. ഞാൻ ഇവിടെ കുരുമുളക് പൊടി കുറച്ച് കൂടുതലുണ്ട്. എനിക്ക് എരിവ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ കരളൊലത്തിന് എരിവുണ്ടെങ്കിലോ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടാ. കരളിലേക്ക് കുരുമുളകൊക്കെ പിടിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവൂട്ടാ. എന്നിട്ട് നമുക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ച കരൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കരള് വെന്തുമ്പോ അതിൽ വെള്ളം ഉണ്ടാവൂട്ടാ. നമ്മൾ വേവിക്കാൻ നേരത്തെ ഒഴിച്ചു കൊടുത്ത വെള്ളമൊന്നുമല്ല. ഇപ്പൊ കരള് വെന്തുമ്പോ തന്നെ അതിന് വെള്ളം വരും. എന്നിട്ട് ആ വെള്ളമൊക്കെ നന്നായി വറ്റിച്ച് നന്നായി വരട്ടിയെടുക്കണം കേട്ടാ. നന്നായി വെള്ളമൊക്കെ വറ്റി വരട്ടിയെടുത്താലാട്ടാ ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഈ കരളൊലത്തിയത് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ. ഇപ്പൊ കരള് നമ്മള് ഇപ്പൊ ചോറിന്റെ ഒപ്പം കഴിക്കണമെന്നില്ല, വെറുതെ ഇങ്ങനെ പറക്കി പറക്കി തന്നെ ഭയങ്കര ഇഷ്ടാ. ഇപ്പൊ കരള് വെച്ചാ ഞാൻ ഓരോ പ്രാവശ്യം അടുക്കളയിൽ പോകുമ്പോഴും ഓരോരോ കഷ്ണം ഇങ്ങനെ എടുത്ത് ചുമ്മാ ഇങ്ങനെ പറക്കി നിന്നോണ്ടിരിക്കട്ടെ, അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പൊ നന്നായി വെള്ളമൊക്കെ പറ്റി സംഭവം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ ഇത്രയുള്ളൂ, ബൈ. ഇതുപോലത്തെ വീഡിയോസിനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.